ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ട് സാർ, 45 ലക്ഷം തരും. ഇത് സന്തോഷ് പണ്ഡിറ്റിന് നടക്കില്ല. അല്ലെങ്കിൽ മോളെ കല്യാണം നടത്തി ഇപ്പോൾ വീട് ജപ്തിയാണ് സന്തോഷ് സാറെ 10 ലക്ഷം തരും, നടക്കില്ല. സന്തോഷ് പണ്ഡിറ്റിനോട് ചോദിക്കുമ്പോൾ എന്താണ് വേണ്ടത്? ഒരു തയ്യൽ മെഷീൻ. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ല സാറേ എനിക്ക് ഇങ്ങനൊരു കുറച്ച് കോളനിയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ സാർ അവിടെ കുറച്ച് നോട്ട് ബുക്കോ ബാഗോ, അല്ലെങ്കിൽ ചില കുട്ടികൾ എന്നോട് ഇങ്ങനെ മേശയൊക്കെ ചോദിക്കും, അലമാറ, കാരണം സാധനങ്ങൾ വെക്കാനൊന്നുമില്ല സാർ. അപ്പോൾ അങ്ങനെയുള്ള കട്ടിലോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രളയമൊക്കെ വന്നപ്പോൾ കട്ടിൽ കിടക്കാം, ഇങ്ങനെ സന്തോഷ് പണ്ഡിറ്റിന് പറ്റും. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീടും ബാത്റൂമും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബാത്റൂം ഉണ്ടാക്കി കൊടുക്കും, കാരണം വീടുണ്ടാക്കാനുള്ള സാമ്പത്തികം എനിക്ക് കിട്ടുന്നില്ല. ശരി, ഇത് സന്തോഷ് പണ്ഡിറ്റ് ചാരിറ്റി ചെയ്യുന്നു എന്ന രീതിയിലല്ല. ശരി, എനിക്ക് അങ്ങനെ ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നിനക്ക് കിട്ടുകയാണെങ്കിൽ 5 ലക്ഷം നീ അടിച്ചു പൊളിച്ച് ജീവിച്ചോ, അല്ല അതല്ലെങ്കിൽ ബാങ്കിലിട്ടോ. 5 ലക്ഷം രൂപ നിനക്ക് ശരിയെന്ന് തോന്നുന്ന ആളുകൾക്ക് നീ കൊടുക്കണം. ഒരു കാര്യത്തിന് സന്തോഷ് പണ്ഡിറ്റ് വിജയിച്ചു എന്ന് പറയുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിനോടൊപ്പം സമൂഹവും വിജയിക്കണം. അച്ഛൻ പറഞ്ഞ് നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ആളുകൾ എന്ത് പറഞ്ഞു എന്നല്ല, നീ എപ്പോഴും ചിന്തിക്കേണ്ടത് മരിച്ചതിന് ശേഷം നിന്നെക്കുറിച്ച് എന്തായിരിക്കും ആളുകൾ പറയാം. ഏതൊരാൾക്കും റീപ്ലേസ്മെന്റ് ആളുകൾ ചിന്തിക്കുന്നത്. ഒരു സിനിമാ നടനായി ചാരിറ്റി ചെയ്യുന്ന ആളായി, അപ്പം രാഷ്ട്രീയപരമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഏതൊരാൾക്കും ഒരു രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാവും. പക്ഷേ സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ ഒരാൾ അത് പറയാതിരിക്കുന്നതാണ് സർ ഭംഗി. കാരണം നമ്മളെ എല്ലാ ടൈപ്പ് ആളുകളും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം. ഇപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില ആളുകൾ ഞാൻ ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയത്തിൽ വരുമ്പോഴും ഞാൻ അവരെ ആരാധിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഞാൻ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിൽ ഇപ്പം വന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ടാവും. അപ്പം ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ലോകത്തൊരാൾക്കൊരു ഗുണവുമില്ല, അതേസമയം കുറച്ച് പേരെ വേദനിപ്പിക്കുകയും ചെയ്യും. സർ പറയാതിരിക്കുന്നതാണ് ഭംഗി. വീട്ടിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് നല്ല പൊതുവിലെല്ലാവരും അവനവൻ്റെ വീട്ടിലെ ലാംഗ്വേജാണ്. ഇപ്പോൾ എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ട്, ഇപ്പോൾ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്, എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ എന്നോട് ഇപ്പോൾ കോഴിക്കോട് നരിക്കുനിയാണ്. അപ്പോൾ ചിലർ പറയും നിങ്ങൾക്കൊരു കോഴിക്കോടൻ ലാംഗ്വേജ് ഇല്ലല്ലോ. എന്നോട് ഈവൻ ബസ് എന്നൊക്കെ ചോദിക്കാണ്. ഇവിടെ അങ്ങനെ കോഴിക്കോടൻ ലാംഗ്വേജ് എന്ന് പറയുന്നില്ല. അപ്പോൾ എന്നോട് മറ്റുള്ള ചില ആർട്ടിസ്റ്റുകൾ കോഴിക്കോട് നിന്ന് വരുന്നവരുടെ, അപ്പോൾ ഞാൻ ഇറ്റ് ഡിപ്പെൻസ്. അത് ചിലപ്പോൾ അവർ ചില പ്രോഗ്രാം ഒരു ക്യാരക്ടറായി അത് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അതേ ഇത് തന്നെ നടക്കുക. കാരണം ഇപ്പോൾ തിരുവനന്തപുരം ലാംഗ്വേജ് കൊണ്ട് ഹിറ്റായ ഒരു നടനുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നവർ വിചാരിക്കും ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾ മൊത്തം ഇങ്ങനെയാണോ, അല്ല അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഒരു കോഴിക്കോടൻ ലാംഗ്വേജ് എൻ്റെ കയ്യിൽ വന്നിട്ടില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഞാൻ ഒരു ഡയലോഗ് ചോദിക്കട്ടെ, പറന്നു പോകുന്ന പക്ഷിയെ ഏണി വെച്ച് പിടിക്കാൻ ശ്രമിക്കരുത്, പണി പാടുവന്നു. വീട്ടിലേക്കുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യും? വീട്ടിൽ അങ്ങനത്തെ ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യല്ല. അല്ല, പക്ഷേ പൊതുവിൽ സിനിമ എനിക്ക് പറഞ്ഞു തന്നൊരിത്, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യു ഫസ്റ്റ് സ്റ്റേറ്റ് ഇറ്റ്, ദെൻ പ്രൂവ് ഇറ്റ് വിത്ത് എൻ എക്സാമ്പിൾ, ദെൻ കൺക്ലൂഡ് ഇറ്റ് ലോജിക്കലി. ആദ്യം കാര്യം നമ്മൾ ഉദ്ദേശിച്ച് പറയണം, ഉടനെ അതിനൊരു എക്സാമ്പിൾ പറയണം. അല്ലാതെ ഇപ്പോൾ സാറിനോട് ചോദിക്കുകയാണ് ഒരു കല്യാണവും പ്രണയവും